ഏകദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതം വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് സുഹൃത്തുക്കൾ, അവർ നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഇരുമയാണെങ്കിലും ഒരു ഹൃദയം, ഒരു മനസ്സാണ്, ഒരേ കുഴിയിൽ ചാകാനിരിക്കുന്നവർ. അങ്ങനെ വളരെ ആൾക്കാർക്കൊക്കെ മുമ്പിൽ ഉള്ള വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ ഷെയർ ചെയ്യാത്തതായ ഒരു രഹസ്യങ്ങളും അവരുടെ ഇടയിലില്ല. എല്ലാ കാര്യങ്ങളും പറയുകയും പരസ്പരം സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കൾ. പെട്ടെന്ന് അതിലൊരു സുഹൃത്ത് വലിയൊരു പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയിലായിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ പ്രതിസന്ധിയിലായി കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മറ്റേ സുഹൃത്ത് ചെറിയ അകലാൻ തുടങ്ങി. ഫോൺ വിളിയില്ല, മെസ്സേജ് അയപ്പൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് ഈ പ്രതിസന്ധിയിലായ സുഹൃത്തിന് എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഫോണൊക്കെ നഷ്ടമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഏകാന്തതയിലിരിക്കുമ്പോൾ ഒരു ആശ്വാസത്തിനായിട്ട് ഒന്ന് ഈ മറ്റേ സുഹൃത്തിനെ ഒന്ന് വിളിക്കാനായിട്ട് ആരുടെയോ ഫോണിൽ നിന്ന് വിളിക്കുകയാണ് ആ മറ്റേ സുഹൃത്തിനെ. അപ്പം ആ സുഹൃത്ത് ഫോണൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് മനസ്സിലായി ഈ ആളാണല്ലോ വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് പറയുകയാണ്, നിൻ്റെ പ്രശ്നമായി, നിൻ്റെ പ്രതിസന്ധിയായി, നീ തന്നെ പരിഹരിച്ചു, എനിക്ക് നിന്നോട് താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് വെട്ടിത്തുറന്ന് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പറഞ്ഞ് ഒഴിയുകയാണ്. ആ പ്രതിസന്ധിയിലായ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതിസന്ധിയെക്കാട്ടിൽ വലിയൊരു പ്രതിസന്ധിയുടെ കുഴിയിലേക്ക് തലയിടുന്നതാണ്. ഭയങ്കര നിരാശനായിട്ട് ഇരിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെയൊക്കെ സഹോദര സ്നേഹങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ. നമ്മുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൃദ്ധിയിൽ മാത്രം നമ്മോടടുക്കുന്ന സുഹൃത്തുക്കളും നമ്മുടെ പ്രതിസന്ധിയിലോ നമ്മുടെ വിഷമഘട്ടത്തിലോ നമ്മെ തള്ളിപ്പറയുകയും നമ്മെ ഒരിക്കലും അറിയാത്ത രീതിയിൽ അകന്നു പോവുകയും ചെയ്യുന്നാലേ അങ്ങനെ പെരുമാറുകയും ചെയ്യുന്ന ആ സുഹൃത്തുക്കളുടെ മുമ്പിൽ പഴയ നിയമത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഈ സഹോദരപ്രീതിയിൽ അല്ലെ സുഹൃത്ത് സേവനത്തിൽ ആ സഹോദരപ്രീതിയിൽ ഇഷ്ടപ്പെട്ട് ദൈവം തന്നെ ഇറങ്ങി കുർബാന എഴുന്നള്ളിച്ച് ഇറങ്ങി വരുന്ന ഒരു അനുഭവം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ 18, 19, 20-ാം വാക്യത്തിൽ പറയുകയാണ്, ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് വന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ച് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാമിനെ അനുഗ്രഹിക്കുക. നമുക്കറിയാം, ലോത്തും അബ്രഹാമും അർത്ഥ സഹോദരങ്ങളാണ്. അവിടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാകുകയാണ്. ഇടയന്മാർ തമ്മിൽ ഒരു വഴക്കുണ്ടായപ്പോൾ അത് കുടുംബത്തിലേക്ക് വ്യാപിക്കാതിരിക്കാനായിട്ട് അബ്രഹാം ലോത്തിനോട് സ്നേഹത്തോടെ പറയുകയാണ്, നമുക്ക് വീതം വെച്ച് പിരിയാം എന്ന് പറയുമ്പം ലോത്ത് നോക്കുന്നത് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് ലോത്ത് പോവുകയാണ്. പിന്നെ ലോത്ത് സത്യത്തിൽ അബ്രഹാമിനെ മറന്നു പോവുകയാണ്. പക്ഷെ അപ്പോഴും അബ്രഹാം ഈ ലോത്തിനെ ഓർക്കുകയും ക്ഷേമാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷേമങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അറിയുന്നത് കുറേ ആൾക്കാർ ഈ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ലോകത്തിരുന്ന ആ രാജ്യത്ത് മറ്റ് ആൾക്കാർ വന്ന് ആക്രമിക്കുകയും അതിൽ പിടിക്കപ്പെട്ട് പോകുമ്പോൾ ലോത്തിനെ കൂടെ കൊണ്ടുപോവുകയാണ്. ഇതറിഞ്ഞ് അബ്രഹാം തൻ്റെ ആൾക്കാരെയൊക്കെ ചെന്നിട്ട് ഈ ലോത്തിനെ അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ ഈ ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു അനുഭവം, സഹോദരപ്രീതിയിൽ സന്തോഷം, അതായത് അത്ര സന്തോഷിച്ചിട്ട് അത്ര പ്രീതിപ്പെട്ടിട്ട് ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ആത്മാർത്ഥമായി നമ്മുടെ ജീവൻ കൊടുത്തും, കർത്താവ് പറയുകയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന വലിയൊരു സ്നേഹമില്ല. അങ്ങനെ ഒരു അഗപ്പെ സ്നേഹം
നമ്മുടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടതും. അല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് സുഹൃത്ത് ബന്ധങ്ങൾ അതിനുമായിട്ട് മാത്രം ഉപയോഗിക്കുന്നതുമല്ല. അല്ലാതെ ഇതുപോലെ സഹോദര സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധമൊക്കെ ദൈവം തമ്പുരാൻ പ്രീതിപ്പെട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം കുടുംബ ബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ, കൂട്ടുകാർ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.